أعوذ بالله من الشيطان الرجيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, എൻ്റെ അടിമകളോട് പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം ദേഹങ്ങളോട് അക്രമം പ്രവർത്തിച്ചവരായ എൻ്റെ അടിമകളെ ദാസന്മാരെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരായി പോകരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, തീർച്ചയായും അവനെല്ലാം പൊറുക്കുന്ന, എല്ലാത്തിനും എല്ലാവരോടും കാരുണ്യം ചെയ്യുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് തൗബ ചെയ്തു മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന പല റിവായത്തുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റബ്ബിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. എന്താണ്? അദ്നബ അബ്ദുൻ ദംബൻ ഫഖാല യാ റബ്ബി ഇന്നി അദ്നബ്തു ദംബൻ ഫഗ്ഫിർ ലി ഫഖാല അല്ലാഹു അസ്സ വജൽ അലിമ അബ്ദി അന്ന ലഹു റബ്ബൻ യഖുദു ബിദ്ദംബി വയഗ്ഫിറു ദംബ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് ഉദ്ധരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ കുറിച്ച് പറയും, ഒരു അടിമ, ആ അടിമ തിന്മ ചെയ്തു, അദ്നബ ദംബൻ, ഒരു തിന്മ ചെയ്തു. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ റബ്ബേ, ഞാനൊരു തിന്മ ചെയ്തു പോയിട്ടുണ്ട്, ഫഗ്ഫിർ ലി, എനിക്ക് പുറത്തു തരണമേ. റബ്ബ് സുബ്ഹാനഹു വ തആല പറയും, അലിമ റബ്ബി അന്ന ലഹു റബ്ബൻ യഖുദു ബിദ്ദംബ്, എൻ്റെ അടിമ അവനൊരു റബ്ബുണ്ടെന്ന് മനസ്സിലാക്കി, ആ റബ്ബ് തിന്മ ചെയ്താൽ അവനെ ശിക്ഷിക്കുമെന്ന് പേടിക്കുന്നുണ്ടവൻ. അതുപോലെ തന്നെ തിന്മ പുറത്തു കൊടുക്കുമെന്നും ആ റബ്ബിനെ കുറിച്ച് അവൻ വിശ്വസിക്കുന്നുണ്ട്. ഗഫർതു ലഹു, അവനെന്ന് ഞാൻ പുറത്തു കൊടുത്തു. പിന്നെയും തിന്മ ചെയ്തു, പിന്നെയും പറഞ്ഞു, പിന്നെയും ചെയ്തു തിന്മ, പിന്നെയും പറഞ്ഞു എനിക്ക് പുറത്തു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, എൻ്റെ അടിമ അവന് മനസ്സിലായിട്ടുണ്ട്, അവനൊരു റബ്ബുണ്ട്, ആ റബ്ബ് തിന്മകളെ പിടികൂടുന്നവനാണ്, അതുപോലെ തന്നെ പുറത്തു കൊടുക്കുന്നവനാണെന്ന് ഞാൻ അവന് പുറത്തു കൊടുത്തു. വീണ്ടും അവൻ തിന്മ ചെയ്തു, എന്നിട്ട് പറഞ്ഞു, റബ്ബേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് പുറത്തു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അലിമ റബ്ബി അന്ന ലഹു റബ്ബൻ യഖുദു ബിദ്ദംബി വയഗ്ഫിറു ദംബ് ഫഗഫർതു ലഹു ഫൽയഅമൽ മാ ഷാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, എൻ്റെ അടിമ അവന്റെ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കി, അവനൊരു റബ്ബുണ്ട്, ആ റബ്ബ് തിന്മകൾക്ക് വേണ്ടി ശിക്ഷിക്കുന്നവനാണ്, പക്ഷേ അവൻ തിന്മ പുറത്തു നൽകുന്നവനാണെന്ന് മനസ്സിലാക്കി എൻ്റെ അടിമക്ക് ഞാൻ പുറത്തു കൊടുത്തു, അവൻ എന്താണോ ഇഷ്ടമുള്ളത് അവൻ പ്രവർത്തിച്ചു കൊള്ളട്ടെ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുകയാണ്. സഹോദരങ്ങളെ, തിന്മകൾ ചെയ്താൽ പാപമോചനം തേടാൻ മറന്നുപോകരുത്, പ്രതീക്ഷയില്ലാത്തവരാകരുത്. ഞാനിങ്ങനൊക്കെ ആയിപ്പോയി, ഇനി എന്ത് ചെയ്യാനാ, എൻ്റെ ജീവിതം വേസ്റ്റായി എന്ന് പറയരുത്. ബാക്കി ഒരു ദിവസമാണോ? നിന്റെ 1000 ദിവസങ്ങളെക്കാൾ ആ ഒരു ദിവസം നിനക്ക് പകരമാണ്. ജീവിതം ഒരു ദിവസമേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ മനുഷ്യൻ ജീവിച്ച കാലം മുഴുവൻ 100 മനുഷ്യരെ കൊന്നവനാണ്. ബാക്കിയായത് ഏതാനും ചില ദിവസങ്ങളാണ്. ആ യാത്രയിൽ തന്നെ മരണപ്പെട്ടു, വേറൊരു പ്രവർത്തനം അയാൾ ചെയ്തിട്ടില്ല. അയാൾ പോയത് റഹ്മത്തിന്റെ മലായികത്തുകളുടെ കൂടെയാണ്. സഹോദരങ്ങളെ, ദിവസങ്ങൾ കുറച്ചേ ബാക്കിയുള്ളൂവെങ്കിലും, കഴിഞ്ഞത് ഒരുപാട് ദിവസങ്ങൾ തിന്മയിലായിരുന്നുവെങ്കിലും നമുക്ക് അവസരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങാൻ നമുക്ക് അവസരമുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് അത് വിശാലമാണ്. വറഹ്മതി വസിഅത് കുല്ല ഷൈ, എൻ്റെ റഹ്മത്ത് എല്ലാത്തിനും വിശാലമായതാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു.